ഇന്ന് രസകരമായ ഒരു നാടോടി കഥയാണ് പറയുന്നത് കേട്ടോ. പണ്ട് ഒരു കാട്ടിലൊരു കടുവയുണ്ടായിരുന്നു. ഈ കടുവ നാട് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ദൂരെ ഒരു സ്ഥലമുണ്ട്, നാടുണ്ട്, അവിടെ മനുഷ്യരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കടുവയ്ക്ക് അതേപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ കടുവ നാട് കാണാനിറങ്ങി. നടന്നൊരു ഗ്രാമത്തിലെത്തി. കാടിനടുത്തുള്ള ഗ്രാമത്തിൽ കുറേ ദൂരെയായിട്ട് അവൻ കുറേ വീടുകൾ കണ്ടു. അവൻ ആദ്യമായിട്ടായിരുന്നു വീടുകൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വീടുകളിൽ ചെന്ന് അടുത്തൊന്ന് കാണാം എന്ന് കരുതി കടുവ വീടിനടുത്തേക്ക് ചെന്നപ്പോൾ വീടിനകത്ത് നിന്ന് രണ്ടുപേര് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ഒരു മകനും ഒരു അച്ഛനുമായിരുന്നു. മകൻ അച്ഛനോട് തനിക്ക് നഗരത്തിലേക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നും രാത്രി അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്ക് നഗരത്തിലെത്താൻ പറ്റും എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛൻ തടഞ്ഞു. വേണ്ട, ആ കടുവച്ചാരെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? അതിനെ പേടിക്കണം. കാടടുത്താണ്, കാട്ടുപാതയിലൂടെയാണ് പോകേണ്ടത്. കടുവച്ചാർ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, വന്നാൽ അപകടമാണ്. എത്ര ധീരനായ മനുഷ്യനാണെങ്കിലും കടുവച്ചാരുടെ കയ്യിൽ പെട്ടാൽ അകപ്പെട്ടത് തന്നെ. അപ്പോൾ മകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി അച്ഛാ, ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ല, നാളെ രാവിലെ പോകാം. ഇതും കേട്ടുകൊണ്ട് ജനലിന് പുറത്ത് നിൽക്കുകയായിരുന്ന കടുവ വിചാരിച്ചു, ആരാ ഈ കടുവച്ചാർ? കടുവയ്ക്ക് അറിഞ്ഞൂടല്ലോ തന്നെ നാട്ടുകാർ കടുവ എന്നാണ് വിളിക്കുന്നതെന്ന്. ഈ കടുവച്ചാരാരാണ് എന്നാലോചിച്ചുകൊണ്ട് കടുവ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആ വീട്ടിലെ കളപ്പുര കണ്ടു. അവിടെയാണ് വൈക്കോലും നെല്ലും ഒക്കെ കൂട്ടിയിടുന്നത്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കടുവയ്ക്ക് പേടി വന്നു. കടുവച്ചാരെങ്ങാനും വന്ന് പിടിച്ചാലോ? അതുകൊണ്ട് കടുവ വിചാരിച്ചു അവിടെ പോയി പാത്തിരിക്കാം, എന്നിട്ട് ചുറ്റുപാടും നോക്കി അപകടമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. ഇങ്ങോട്ട് വന്നത് അബദ്ധമായിപ്പോയി. നാട്ടിൽ വന്ന് കടുവച്ചാറുടെ വായിൽ വീണ് ചാവാനായിരിക്കും ചിലപ്പോൾ തൻ്റെ യോഗം. ഇങ്ങനെ വിചാരിച്ച കടുവ ആ വീടിനോട് ചേർന്നുള്ള ആ ചെറിയ കളപ്പുരയ്ക്കകത്ത് ചെന്ന് കിടന്നു. ഈ സമയത്ത് 3 കള്ളന്മാർ വന്നു. ഈ കള്ളന്മാർ കുറച്ച് ദൂരെയുള്ള ഒരു വലിയ ധനികനായ ആളുടെ വീട്ടിൽ മോഷണം നടത്തിയിട്ട് വരികയായിരുന്നു. മാത്രമല്ല കുറേ കാലമായിട്ട് മോഷണം നടത്തി അവർക്ക് കിട്ടിയ കുറേ പണം അവരുടെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നു. താനും അവർ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഈ ഗ്രാമത്തിലും കൂടെ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ എല്ലാം കൂടെ വലിയൊരു കെട്ടായിട്ട് കെട്ടി അവർ ആ വഴി വരികയായിരുന്നു. അപ്പോൾ നല്ല ഭാരം, പണമാണെങ്കിലും ഭാരം തന്നെയാണ്. ഇതെങ്ങനെയൊന്നും മുന്നോട്ട് കൊണ്ടുപോകും? ഒരു കാളവണ്ടി വല്ലതും കിട്ടിയിരുന്നെങ്കിൽ തള്ളിക്കൊണ്ട് പോകാമായിരുന്നു എന്നവർ 3 പേരും ചേർന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയ കളപ്പുര അവർ കണ്ടത്. ആ കളപ്പുരയ്ക്കടുത്തെങ്ങാണ് ഒരു കാളയെയോ കഴുതയോ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് അതിൻ്റെ പുറത്ത് ഈ ഭാരം വെച്ച് യാത്ര ചെയ്യാമെന്ന് അവർ കരുതി. അങ്ങനെ അവരൊരു കയറുമായിട്ട് ആ കളപ്പുരയ്ക്കടുത്തെത്തി. ഇരുട്ടത്ത് അവർ കടുവയുടെ രൂപം കണ്ടു. പക്ഷേ അത് കടുവയാണെന്ന് മനസ്സിലായില്ല. അതൊരു കാളയാണെന്നാണ് അവർ വിചാരിച്ചത്. കൊണ്ട് കടുവയെ പിടിച്ച് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ഭാരമുള്ള കെട്ട് കടുവയുടെ പുറത്ത് വെച്ച് ഒരു കയർ വെച്ച് മുറുക്കി കെട്ടി. എന്നിട്ട് കഴുത്തിലൊരു കയറിട്ട് വലിച്ച് അതിനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. കടുവ പേടിച്ചിട്ടൊരക്ഷരം മിണ്ടിയില്ല. കടുവച്ചാരാണ് തന്നെ വന്ന് പിടിച്ചതെന്നാണ് കടുവ വിചാരിച്ചത്. മിണ്ടാതെ കടുവ കൊള്ളക്കാരുടെ പിന്നാലെ നടന്നു. കൊള്ളക്കാർ കടുവയെ വലിച്ച് കുറേ ദൂരം നടന്നു. രാത്രി കഴിഞ്ഞു, പകലായി. 3 പേരും കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നതിനിടയ്ക്ക് അവരൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കയറിട്ട് വലിച്ചു കൊണ്ടുവരുന്നത് കാളയല്ല, കടുവയാണ്. 3 പേരും കയറും അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. കടുവയ്ക്ക് അപ്പോഴാണ് ധൈര്യം വന്നത്. തന്നെ പിടികൂടിയത് കടുവച്ചാരാണെന്നാണ് അവൻ ആദ്യം കരുതിയത്. ഒരു കടുവച്ചാരെന്ന് പറഞ്ഞിട്ട് 3 പേരുണ്ടല്ലോ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും കടുവയെ വിട്ടിട്ട് ഈ 3 കൊള്ളക്കാരും ഓടി രക്ഷപ്പെട്ടു. അവർ അത്ര കാലം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സ്വത്തും വലിയൊരു ഭാണ്ഡക്കെട്ടിലാക്കി കടുവയുടെ പുറത്തും വെച്ചിട്ടുണ്ട്. കടുവ ആ കെട്ടും തൻ്റെ പുറത്ത് താങ്ങിക്കൊണ്ട് കാടിനുള്ളിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് കാടിനുള്ളിൽ കുറച്ച് നേരം നടന്നു. പക്ഷേ ഭാരം താഴെ ഇറക്കാൻ വയ്യ, കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ 2 മരങ്ങൾക്കിടയിൽ അവൻ്റെ പുറത്തെ കെട്ട് കുടുങ്ങിപ്പോയി. മുന്നോട്ടും വയ്യ, പുറകോട്ടും വയ്യ. അവൻ മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങി. അവിടെ കിടന്ന് അവൻ ഉറക്കെ അലറി. അപ്പോൾ ആ വഴി ഒരു ആട്ടിടയൻ വരുന്നുണ്ടായിരുന്നു. ആട്ടിടയൻ ആടുകളെ മേച്ച് വരുന്ന വഴിക്കാണ് ഈ കടുവ അലർന്ന ശബ്ദം കേട്ടത്. അവൻ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി. അപ്പോൾ കടുവ അവനെ കണ്ടു. കടുവ വിളിച്ചിട്ട് പറഞ്ഞു, ചങ്ങാതി, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. പക്ഷെ അവൻ വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമല്ല, നീ എന്നെ ഉപദ്രവിക്കും. അപ്പോൾ കടുവ പറഞ്ഞില്ല, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല, എൻ്റെ പുറത്തുള്ള ഈ കെട്ടൊന്ന് അഴിച്ചു തന്നാൽ മതി, ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടോളാം. അപ്പോഴും ആട്ടിടയൻ പറഞ്ഞില്ല, ഞാൻ അടുത്തേക്ക് വരികയില്ല. അപ്പോൾ കടുവ പറഞ്ഞു, ഞാൻ എൻ്റെ അവസ്ഥ നിന്നോട് പറഞ്ഞുതരാം, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് കടുവ തൻ്റെ കഥയെല്ലാം ഈ ആട്ടിടയനോട് പറഞ്ഞു. ഒരു കടുവച്ചാരെ പേടിച്ചാണ് കടുവ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ
ആട്ടിടേന് ചിരി വന്നു. അപ്പോൾ നമ്മുടെ കടുവ ഈ ആട്ടിടേനോട് ചോദിച്ചു, നീ കേട്ടിട്ടുണ്ടോ ഈ കടുവച്ചാരെ പറ്റി? അവൻ എവിടെ ഉള്ളതെന്ന് നിനക്കറിയാമോ? എന്തായാലും നീ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തി തരികയാണെങ്കിൽ കടുവച്ചാര് വരുന്നതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെടാം. ആട്ടിടേന് ഈ കഥ കേട്ട് ചിരി സഹിക്കാൻ വയ്യാതായി. കടുവച്ചാര് തന്നെയാണ് തന്നോട് ഈ പറയുന്നത് കടുവച്ചാരനെ പേടിയാണെന്ന്. ഇതൊരു മണ്ടൻ കടുവയാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ കുരുക്കിൽ നിന്ന് പുറത്ത് വിട്ടാൽ തന്നെ പിടിച്ച് തിന്നാലോ. അതുകൊണ്ട് വീണ്ടും ആട്ടിടേൻ അവിടെ സംശയിച്ചിരുന്നു. അപ്പോൾ കടുവ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ എൻ്റെ അടുത്ത് വാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ മേലിൽ ഈ കടുവച്ചാരെന്നൊരു വാക്ക് മിണ്ടിപ്പോരുത്. ആ വാക്ക് കേൾക്കുന്നത് എനിക്ക് പേടിയാണ്. ആ വാക്ക് നീ പറയാതിരിക്കുകയാണെങ്കിൽ നിന്നെ ഒന്നും ചെയ്യില്ല. അവസാനം നമ്മൾ ആട്ടിടേനെ പതുക്കെ പതുക്കെ നടന്ന് അടുത്ത് ചെന്ന് ഈ കടുവയുടെ പുറത്തെ കെട്ട് പതുക്കെ അഴിച്ച് മാറ്റി വെച്ച് കൊടുത്തു. അതോടെ കടുവ സ്വതന്ത്രനായി. അവന് ഓടി കാട്ടിനുള്ളിലേക്ക് പോയി. ആട്ടിടേനാണെങ്കിൽ ഈ കെട്ടിനകത്ത് എന്താണ് എന്നറിയാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വലിയൊരു നിധി കണ്ടു. അത് സന്തോഷത്തോടെ അവൻ തൻ്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. വലിയ വീട് വെച്ചു, കുറേ ജോലിക്കാരെ നിയമിച്ചു, കുറേ വസ്തുവകകളൊക്കെ വാങ്ങി. അങ്ങനെ അവൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞു അവൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ഭാർഗവി എന്നായിരുന്നു. ഭാർഗവി സുന്ദരി മാത്രമല്ല, അതീവ ബുദ്ധിമതിയുമായിരുന്നു. എന്തായാലും ഭാർഗവിയും ഈ ആട്ടിടേനും കൂടെ കുറേ കാലം അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു. അപ്പോൾ നമ്മുടെ കടുവ ഒരിക്കൽ കൂടി നാട് കാണാൻ ഇറങ്ങി. ഇത്തവണ അവൻ മറ്റൊരു വഴിയാണ് വന്നത്. ആദ്യം പോയ വഴിയെ പോകാനേ പോയില്ല. എന്തായാലും പുതിയ സ്ഥലത്തെത്തി അവൻ അവിടെയൊക്കെ കറങ്ങി നടന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് വലിയൊരു വീട് കണ്ടു. അവന് ആ വീടിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് തന്നെ പണ്ട് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആട്ടിടേൻ്റെ വീടാണെന്ന് കണ്ടു. എന്നാൽ ആട്ടിടേനെ ചെന്ന് ഒന്ന് കണ്ടു കളയാം എന്ന് കടുവ കരുതി. കടുവ നേരെ ആട്ടിടേൻ്റെ വീടിനടുത്തേക്ക് നടന്നു. ഈ സമയത്ത് ആട്ടിടേനും ഭാര്യയും കൂടെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഭാർഗവി എന്ന ബുദ്ധിമതിയായ ഈ പെൺകുട്ടി ആട്ടിടേനോട് അയാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയധികം സ്വത്തുണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ആട്ടിടേൻ സത്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, കൊള്ളാമല്ലോ, ഒരു കടുവച്ചാരാണ് നമ്മളെ സഹായിച്ചതല്ലേ, കടുവച്ചാറിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഇത്രയധികം സമ്പത്തുണ്ടായത്. അപ്പോൾ ആട്ടിടേൻ പറഞ്ഞു, അതെ അതെ അതെ, ആ കടുവച്ചാരില്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയേനെ, അവനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ വാചകം ആട്ടിടേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കടുവച്ചാര് അങ്ങോട്ട് എത്തിയത്. കടുവച്ചാർ എന്ന വാക്ക് കേട്ടതും അവൻ പേടിച്ച് വിറച്ചുപോയി. ഇനി ഒരിക്കലും ആ വാക്ക് ഉച്ചരിക്കുകയില്ല എന്ന് അവൻ ആട്ടിടേനോട് സത്യം ചെയ്ത് വാങ്ങിയിരുന്നല്ലോ. സത്യവിരോധം നടത്തിയതിനാൽ ആട്ടിടേനെ പിടിച്ച് തിന്നണം എന്ന് തന്നെ കടുവച്ചാര് കരുതി. അതുകൊണ്ട് അവൻ അടുക്കള തിണ്ണയിൽ ഒരു ഭാഗത്ത് പാത്തിരുന്നു. ആട്ടിടേനും ഭാര്യയും അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. ആട്ടിടേൻ നന്നായിട്ട് ഉറങ്ങി എന്നുറപ്പായപ്പോൾ പമ്മി ജനാലയിലൂടെ അകത്ത് കയറി അയാളുടെ ഉടുപ്പിന് പിടിച്ച് കടിച്ചെടുത്ത് അയാളെ കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അയാളുടെ ഭാര്യയായ ഭാർഗവി ഇതൊന്നും അറിഞ്ഞില്ല. ആട്ടിടേൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ താനൊരു കാടിനുള്ളിലാണ്. തന്നെ നോക്കി കടുവ ഇരിപ്പുണ്ട്. കടുവ ഉറക്കെ ഒന്ന് അലറി. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കടുവച്ചാരെന്നുള്ള വാക്ക് ഉച്ചരിച്ച് പോകരുതെന്ന്. ഞാനിന്ന് വന്നപ്പോൾ നീ ആ വാക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ ഞാൻ കൊല്ലും. ആട്ടിടേൻ ആകെ പേടിച്ചു പോയി. ഇങ്ങനൊരു കാര്യം ആട്ടിടേൻ ചിന്തിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആട്ടിടേൻ ഉടൻ തന്നെ തൻ്റെ ധൈര്യം വീണ്ടെടുത്തിട്ട് കടുവയോട് പറഞ്ഞു, ശരി ശരി, നീ എന്നെ കൊല്ലും എന്നെനിക്ക് ഉറപ്പായി. എന്തായാലും ഞാൻ ചാവാൻ പോവാണ്. അതുകൊണ്ട് നിനക്കൊരു നല്ല കാര്യം ചെയ്തു തന്നിട്ട് ഞാൻ ചാവാം. ഇപ്പോൾ എൻ്റെ ഇറച്ചി തിന്നുകയാണെങ്കിൽ തണുപ്പടിച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര കട്ടിയായിരിക്കും, നിനക്ക് ശരിക്കും ചവയ്ക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നേരം വെളുത്ത് വെയിൽ നിറയ്ക്കട്ടെ, അപ്പോൾ എൻ്റെ ഇറച്ചിക്ക് നല്ല രുചിയായിരിക്കും. അങ്ങനെ നീ എന്നെ തിന്നോളൂ. എന്തായാലും സേവനം ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് പറഞ്ഞു തരാമെന്ന് കരുതിയത്. ഇത് കേട്ടപ്പോൾ കടുവച്ചാർ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ നേരം വെളുക്കുന്നത് വരെ കാക്കാം. നേരം വെളുക്കുമ്പോൾ ഞാൻ നിൻ്റെ ഇറച്ചി തിന്നും, ഉറപ്പാണേ. അങ്ങനെ രാവിലെ വരെ നമ്മുടെ ആട്ടിടേൻ്റെ ജീവിതം നീട്ടിക്കിട്ടി. അവൻ വിചാരിച്ചു, ഭാർഗവി രാവിലെ എഴുന്നേൽക്കും, എന്നെ കാണാത്തപ്പോൾ അവൾ എന്നെ അന്വേഷിച്ച് വരും, അവൾ ബുദ്ധിമതിയാണ്, അവൾ എന്നെ രക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആട്ടിടേൻ അവിടെ ഇരുന്നു. അങ്ങനെ കടുവ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ആട്ടിടേൻ്റെ അടുത്ത് കാത്തിരുന്നു. ആട്ടിടേൻ കണ്ണടച്ച് കിടന്നു. എന്തായാലും ഭാർഗവി ഉറക്കമുണർന്നപ്പോൾ തൻ്റെ ഭർത്താവിനെ കണ്ടില്ല. കിടക്കയ്ക്ക് താഴെ കടുവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞു കിടക്കുന്ന അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അതോടെ തൻ്റെ ഭർത്താവിനെ കടുവ പിടിച്ചുകൊണ്ട് പോയി എന്ന് അവൾക്ക് മനസ്സിലായി. കടുവയുടെ കഥകൾ അയാൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കടുവയോടിന് മേലിൽ കടുവച്ചാരെന്ന വാക്ക് പറയുകയില്ല എന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞിരുന്നു. തലേന്ന് രാത്രി തൻ്റെ ഭർത്താവ് തന്നോട് കഥ പറഞ്ഞപ്പോൾ കടുവച്ചാരെന്ന വാക്ക് ഉച്ചരിച്ചത് അവൾ ഓർത്തു. അതെങ്ങാനും കേട്ടിട്ട് ആ കടുവ വന്ന് പിടിച്ചുകൊണ്ട് പോയതാണോ എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളൊരു ചെണ്ടയും എടുത്തുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് നടന്നു. ചെണ്ട കൊട്ടിക്കൊണ്ട് അവൾ കാട്ടിനുള്ളിലൂടെ മുന്നോട്ട് നടന്നു.
അവളുടെ ഭർത്താവായ ആട്ടിടയൻ ഈ ചെണ്ട കൊട്ട് കേട്ടു. അയാൾ കാതോർത്ത് നോക്കിയപ്പോൾ ചെണ്ട കൊട്ടുന്നതിനൊപ്പം പാദസരത്തിൻ്റെ കിലുക്കവും കൂടെ കേട്ടു. അതോടെ തൻ്റെ ഭാര്യ തന്നെ രക്ഷപ്പെടുത്താൻ വരികയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. കടുവയും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കടുവ ആദ്യമായിട്ട് കേൾക്കുക. കടുവ ചോദിച്ചു, അതെന്താ ശബ്ദം കേൾക്കുന്നത്? ആ കടുവച്ചാർ വരുന്ന വല്ല ശബ്ദമാണോ? ആട്ടിടയൻ ചെവി ഓർത്തിട്ട് പറഞ്ഞു, അതെ അതെ അതെ, ഇതാ കടുവച്ചാർ വരുന്ന ശബ്ദം തന്നെ. സാധാരണ കടുവച്ചാർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കടുവ പറഞ്ഞു, അയ്യോ ഞാൻ എന്ത് ചെയ്യും? കടുവച്ചാർ എന്നെ വന്ന് പിടിച്ചോണ്ട് പോവല്ലോ. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഇത്തവണ കൂടി ഞാൻ നിന്നെ രക്ഷിക്കാം. എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. നീ എന്നോട് ദയൊന്നും കാണിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് ദയ കാണിക്കും. നീ ഇവിടെ കണ്ണടച്ച് ചത്തതുപോലെ കിടന്നാൽ മതി. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം. അങ്ങനെ കടുവ ആട്ടിടയനടുത്ത് ചത്തതുപോലെ കിടക്കാൻ തുടങ്ങി. ആട്ടിടയൻ അവിടെ എഴുന്നേറ്റിരുന്നു. ഈ സമയത്താണ് ഭാർഗവി തൊട്ടടുത്ത കുറ്റിക്കാട്ടിലെത്തിയത്. തൻ്റെ ഭർത്താവിനടുത്ത് കടുവ ചത്തതുപോലെ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ ആ കുറ്റിക്കാട്ടിലിരുന്നുകൊണ്ട് ശബ്ദം പരുക്കനാക്കിയിട്ട് ഉറക്കെ വിളിച്ച് ചോദിച്ചു, ആരാ അവിടെ കിടക്കുന്നത്? ഒരു കടുവയാണോ? ഒരു കടുവയെ തിന്നിട്ട് എത്ര കാലമായി? നമ്മുടെ കടുവച്ചാർ ഇത് കേട്ട് പേടിച്ച് വിറച്ചു. അപ്പോൾ ആട്ടിടയൻ വിളിച്ചു പറഞ്ഞു, അയ്യോ കടുവച്ചാരെ, ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ കടുവയൊന്നുമില്ല. അപ്പോൾ ഭാര്യ ചോദിച്ചു, പിന്നെ നീ ആരാ? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാനൊരു വഴിപോക്കനാണേ. ഞാൻ ഈ വഴി വന്നപ്പോൾ ഇവിടെ നിന്ന് വിശ്രമിക്കാനിരുന്നതാ. ശബ്ദം വീണ്ടും ചോദിച്ചു, പിന്നെ നിൻ്റെ അടുത്ത് ആരാ കിടക്കുന്നത്? ആട്ടിടയൻ പറഞ്ഞു, ഇത് എൻ്റെ കുറേ പഴം തുണികളാണ്, ഞാനിവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാർഗവി ഉറക്ക വിളിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അത് തുണിക്കെട്ടാണെന്ന്. ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്കൊരു കടുവയെ തിന്നാൻ കൊതിയായി. അപ്പോൾ കടുവച്ചാർ അവിടെ കിടന്നുകൊണ്ട് ആട്ടിടയനോട് പറഞ്ഞു, അയ്യോ വരണ്ടാന്ന് പറ, എനിക്ക് പേടിയാ. ആട്ടിടയൻ പറഞ്ഞു, വേണ്ട ഇങ്ങോട്ട് വരണ്ട, ഇത് എൻ്റെ കുറേ പഴംതുണി തന്നെയാണ്, ഇത് കടുവച്ചാരൊന്നും അല്ല. അപ്പോൾ ഭാർഗവ എഴുന്നോട് പറഞ്ഞു, കടുവച്ചാരല്ലെന്ന് ഉറപ്പ് വരുത്താൻ ഒരു കല്ലെടുത്ത് എൻ്റെ ദേഹത്തൊരു ഏറ് കൊടുത്തേ. അപ്പോൾ ആട്ടിടയനൊരു കല്ലെടുത്തു. അപ്പോൾ ആ കടുവ അവിടെ കിടന്നോണ്ട് ആട്ടിടയനോട് പറഞ്ഞു, വേഗം കല്ലെടുക്ക്, എനിക്കൊരു എനിക്കൊരു കുഴപ്പമില്ല. ആട്ടിടയൻ കല്ലെടുത്ത് കടുവയുടെ ദേഹത്തേക്ക് പതുക്കെ ഒന്നിട്ടു. അപ്പോൾ ഭാര്യ അവിടെ നിന്നോട് പറഞ്ഞു, അതെന്താ ചെറുതായിട്ടിടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, വലിയ കല്ലെടുത്ത് മുറുക്കിയിട്. അപ്പോൾ കടുവ പറഞ്ഞു, അയ്യോ ഇത്തിരി വേദനിച്ചാലും സാരമില്ല, നീ ഒരു വലിയ കല്ലെടുത്ത് എൻ്റെ ദേഹത്തിട്ടോ, ഞാനങ്ങ് സഹിച്ചോളാം. അങ്ങനെയെങ്കിലും അതങ്ങ് തിരിച്ചു പോട്ടെ, അല്ലെങ്കിൽ അതെന്നെ കൊന്ന് തിന്നു കളയും. ഈ മണ്ടച്ചരയ കടുവയുടെ കാര്യം ഓർത്തിട്ട് ആട്ടിടയന് ചിരി വന്നു. ആട്ടിടയൻ സാമാന്യം വലിയൊരു കല്ലെടുത്തുകൊണ്ട് വന്ന് കടുവയുടെ കാലിനിട്ട് ഒറ്റയേറ് വെച്ചു കൊടുത്തു. നന്നായിട്ട് വേദനിച്ചെങ്കിലും കടുവ അനങ്ങിയതേയില്ല. അപ്പോൾ ആട്ടിടയൻ്റെ ഭാര്യ കാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഓ ശരി, അത് ഒരു കെട്ട് പഴംതുണിയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? പഴംതുണി എടുത്തോ, നീ നിൻ്റെ വീട്ടിൽ പോടാ. ഇത് കേട്ട ആട്ടിടയൻ, ഓ ശരി അങ്ങുന്നേ എന്ന് പറഞ്ഞു. ചെണ്ടയും കൊട്ടിക്കൊണ്ട് ഭാർഗവി കുറച്ച് ദൂരേക്ക് മാറി നിന്നു. അതിൻ്റെ പിന്നാലെ ആട്ടിടയനും അവിടുന്ന് പോയി. പരിക്കേറ്റ് തൻ്റെ കാലും വലിച്ചുകൊണ്ട് കടുവ കാട്ടിലേക്ക് പോയി. ഇനി മേലിൽ നാട്ടിലേക്ക് പോവുകയില്ല എന്നും പോയാൽ തന്നെ കടുവ ചാരി പിടിച്ച് തിന്നു കളയുമെന്നും അവൻ വിചാരിച്ചു. പിന്നീട് ഒരിക്കലും അവൻ നാട്ടിൻ്റെ ഭാഗത്തേക്ക് പോലും നോക്കിയിട്ടില്ല. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.